ദേശീയപാതയിൽ ഹൈവേ പോലീസിന്റെ പെട്രോളിംഗ് ഫലം കണ്ടു. കാഴ്ച മറച്ച പൊന്തക്കാടുകൾ വൃത്തിയാക്കിയത് മാതൃകയായി. കുറ്റിപ്പുറം വളാഞ്ചേരി ദേശീയപാത 66-ൽ നിന്ന് വളാഞ്ചേരിയിലേക്ക് പോകുന്ന ഓണിയം പാലത്തിനടുത്തുള്ള ഇരുവശങ്ങളിലെ കാഴ്ച മറയ്ക്കുന്ന ചെടികൾ വെട്ടിമാറ്റിയത് മാതൃകയായി. നസീർ തിരൂർക്കാടിന്റെ ദീർഘവീക്ഷണമാണ് ദേശീയപാതയിലെ കാഴ്ച മറയ്ക്കുന്ന പൊന്തക്കാടുകൾ നീക്കം ചെയ്യാൻ പ്രേരണയായത്. നാഷണൽ ഹൈവേയിൽ നിന്നും വളാഞ്ചേരിയിലേക്ക് പോകുന്ന ഓണിയം പാലത്തിനടുത്തുള്ള റോഡിന്റെ ഇരുവശങ്ങളിലും പുല്ലും കാടും കെട്ടിക്കിടക്കുന്നതിനാൽ സ്കൂൾ വിദ്യാർത്ഥികൾ, യാത്രക്കാർ എന്നിവർക്ക് ഇതുവഴി നടന്നു പോകാൻ ഏറെ പ്രയാസമായിരുന്നു. ഹൈവേ പോലീസ് പെട്രോളിനിടെയാണ് പാഴ്ചെടികൾ കാഴ്ച മറയ്ക്കുന്നത് കണ്ടുപിടിച്ചത്. ഇക്കാര്യങ്ങൾ ഹൈവേ പോലീസ് സബ് ഇൻസ്പെക്ടർ നസീർ തിരൂർക്കാട് പ്രദേശത്തെ ഓണിയോസ് ക്ലബ് പ്രവർത്തകർ വിവരമറിയിച്ചു. തുടർന്ന് ഞായറാഴ്ച രാവിലെ ഹൈവേ പോലീസും ക്ലബ് പ്രവർത്തകരും ചേർന്ന് കാഴ്ച മറിച്ച പൊന്തക്കാടുകൾ വെട്ടിനീക്കി. പ്രവർത്തനത്തിന് അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ ജോസഫ്, സിവിൽ പോലീസ് ഓഫീസർ ഷിബു എന്നിവർ നേതൃത്വം നൽകി. ക്ലബ് പ്രവർത്തകരായ റിയാസ്, സബീൽ, ഷംസാദ്, ഹാഷിം, ജദീർ, സഫ്തർ, സഹൽ, നിയാസ്, റഹീസ്, കെ ടി സിനാൻ, സബിത്, റഹീസ് കെ പി, എ കുഞ്ഞിക്കുട്ടി, അബൂബക്കർ എന്നിവർ ശുചീകരണ പ്രവർത്തനത്തിൽ പങ്കാളികളായി. യുവാക്കളുടെ പ്രവർത്തനം സമൂഹത്തിന് മാതൃകയാണെന്ന് സബ് ഇൻസ്പെക്ടർ നസീർ തിരൂർക്കാട് പറഞ്ഞു. ക്ലബ് അംഗങ്ങൾക്കും നാട്ടുകാർക്കും ഹൈവേ പോലീസ് മധുര വിതരണവും നടത്തി. നമ്മുടെ ഏറ്റവും തിരക്കേറിയ സ്ഥലമാണ് വളാഞ്ചേരി ടൗണ്. അപ്പോൾ പല സമയത്തും ഹൈവേ പോലീസ് പെട്രോളിംഗ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നല്ല ബ്ലോക്കിന്റെ സമയത്താണെങ്കിലും അല്ലെങ്കിലും ഈ റോഡിന്റെ സൈഡിലൂടെ ഒരു ചെറിയ വിദ്യാർത്ഥിക്ക് പോലും നടക്കാൻ പറ്റാത്തൊരവസ്ഥയാണുള്ളത്. അപ്പോൾ അത് ശ്രദ്ധയിൽപ്പെട്ടതോടുകൂടി ഹൈവേ പോലീസ് പരിസരത്തെ ക്ലബായ ഓണിയോസ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന് അതിന്റെ സംഘാടകരായിട്ട് ബന്ധപ്പെടുകയും അവർ വളരെ സന്തോഷപൂർവ്വം ഇതിന്റെ ക്ലീനിങ് ഏറ്റെടുക്കുകയാണ് ചെയ്തത്. അതിന് പ്രത്യേകം ഓണിയോസ് ക്ലബ് പ്രവർത്തകരെ ഹൈവേ പോലീസിന്റെ പേരിൽ പ്രത്യേകം അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. വളരെ സന്തോഷകരമായ കാര്യമാണ്. അപ്പോൾ അതിന് ഹൈവേ പോലീസിന്റെ വക ഒരു ചെറിയൊരു മിഠായി വിതരണം കൂടി ഉണ്ട്. അപ്പോൾ നമ്മുടെ സെക്രട്ടറി ക്ലബിന്റെ പ്രസിഡന്റിന് ഫസ്റ്റ് കൊടുത്തിട്ട് നമ്മൾ ഉദ്ഘാടനം നടത്തുക.